ഇന്നത്തെ നമ്മുടെ യാത്ര കോട്ടയം ജില്ലയിലെ തിരുവഞ്ചൂരിലേക്കാണ്. കോട്ടയത്തു നിന്നും ഏകദേശം 9 കിലോമീറ്ററാണ് ഈ തിരുവഞ്ചൂരിലേക്കുള്ള ദൂരം. തിരുവഞ്ചൂരിന് തൊട്ടടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അതായത് ഇതൊരു സ്റ്റോപ്പ് ഓവർ പ്ലേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്നവരാണെങ്കിൽ എല്ലാവരും തന്നെ. അപ്പോൾ ഈ വഴി പോകുന്നവരാണ്, തിരുവനന്തപുരമൊക്കെ പോകുന്നവരാണെങ്കിൽ, പത്തനംതിട്ട പോകുന്നവർ, തിരുവല്ല പോകുന്നവർ, റാന്നി അങ്ങനെയുള്ള ലോങ് ഡ്രൈവ് പോകുന്നവർ ഈ വഴിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ തിരുവഞ്ചൂർ ബൈപ്പാസ്, അതായത് ഏറ്റുമാനൂർ തിരുവഞ്ചൂർ ബൈപ്പാസിലാണ് ഈ ഒരു സ്റ്റോപ്പ് ഓവർ പ്ലേസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ 8154. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലേക്കാണ്. കോട്ടയം ജില്ലയിലെ തിരുവഞ്ചൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ചെറുതായിട്ടൊരു കാറ്റ് കൊള്ളാനായിട്ട് ഇറങ്ങിയതാണ്. കാറ്റ് കൊള്ളാനായിട്ട് എന്തിനാണ് കോട്ടയം ജില്ലയിൽ ഇത്രയും ദൂരം വന്നത് എന്നായിരിക്കും ചിന്തിക്കുന്നത് അല്ലേ? അത് തലയ്ക്ക് ഭ്രാന്തായിട്ട് വന്നതൊന്നുമല്ല. ഇവിടെ ഒരു സ്ഥലമുണ്ട്, അതായത് 4 മണിക്കാറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം. അതായത് കാറ്റ്, 4 മണിക്കാറ്റ്. അപ്പോൾ നമ്മൾ ആലോചിക്കും, എന്താണ് ഈ 4 മണിക്കാറ്റ് എന്നല്ലേ? അതായത് ഒരു സ്റ്റോപ്പ് ഓവർ പ്ലേസ് ആണ്. ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്ത് പോകുന്നവർക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അതായത് കുറച്ച് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടുവച്ച് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് നമ്മുടെ ഈ 4 മണിക്കാറ്റ് എന്ന് പറയുന്ന സ്ഥലം. തിരുവഞ്ചൂരാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ബാക്കി ഇതിൻ്റെ ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ള, അല്ലെങ്കിൽ എന്തൊക്കെ സെറ്റപ്പുകളാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കി കണ്ടിട്ട് വരാം. ഈ 4 മണിക്കാറ്റ് എന്ന പേരിന് പിന്നിലും ഈ സ്ഥലത്തിൻ്റെ വളർച്ചയ്ക്ക് പിന്നിലും ഒരു മനോഹരമായ കഥയുണ്ട്. ഒരു കാലത്ത് ഈ പ്രദേശം അത്ര ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലമായിരുന്നു. സമീപത്തെ ചിറയും പരിസരവും മാലിന്യം നിറഞ്ഞ നിലയിലായിരുന്നു ഇതുണ്ടായിരുന്നത്. നാട്ടുകാർ ഒരുമിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി, മരങ്ങൾ നട്ടു, ഇരിപ്പിടങ്ങൾ ഒരുക്കി, പരിസരം മനോഹരമാക്കി. പിന്നീട് ഈ പ്രദേശം എല്ലാവർക്കും സായാഹ്നം ചെലവഴിക്കാൻ പറ്റിയ ഒരു പൊതു ഇടമായി മാറി. ഈ ആശയത്തിന് പ്രധാന പിന്തുണ നൽകിയവരിൽ ഡോക്ടർ പുന്നൻ കുര്യൻ വേങ്കടത്തും നാട്ടുകാരും പ്രധാന പങ്കുവഹിച്ചു. എന്തുകൊണ്ടാണ് ഈ സ്ഥലത്ത് 4 മണിക്കാറ്റ് എന്ന പേര് വന്നത്? വൈകുന്നേരം ഏകദേശം 4 മണിയോടുകൂടി ഈ പ്രദേശത്ത് വീശുന്ന തണുത്ത കാറ്റാണ് ഈ പേരിന് കാരണം. പാടശേഖരങ്ങളും തുറസായ സ്ഥലങ്ങളും ചുറ്റിപ്പറ്റിയ ഈ ഭാഗത്ത് വൈകുന്നേരങ്ങളിൽ നല്ല കാറ്റ് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ ജോലി കഴിഞ്ഞ് വിശ്രമിക്കാനായി കുടുംബങ്ങളും സുഹൃത്തുക്കളും ഇവിടെ എത്തിത്തുടങ്ങി. ഇന്ന് 4 മണിക്കാറ്റൊരു സാധാരണ വിശ്രമ കേന്ദ്രമല്ല, ഇതൊരു ജനകീയ ടൂറിസം മാതൃകയാണ്. നാട്ടുകാർ തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ പരിപാലനത്തിനും വികസനത്തിനും പ്രധാന പങ്കുവഹിക്കുന്നത്. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ എത്തിയാൽ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് പച്ചപ്പാണ്. വിശാലമായ പാടങ്ങൾ, തുറന്ന ആകാശം, സന്ധ്യാസമയത്ത് മനോഹരമായ കാഴ്ചകൾ, വീശിയെത്തുന്ന തണുത്ത കാറ്റ്, ഇതെല്ലാം ചേർന്ന് മനസ്സിന് വലിയൊരു ആശ്വാസം നൽകും. അതിനൊപ്പം തന്നെ ഇവിടെ നാട്ടിൻപുറത്തിൻ്റെ രുചികളും സഞ്ചാരികളെ ആകർഷിക്കുന്നു. കപ്പയും മീൻകറിയും, കപ്പ ബീഫ്, ചുട്ട ചോളം, കിഴങ്ങുവർഗ്ഗങ്ങൾ, നാടൻ പലഹാരങ്ങൾ, ചായ, കാപ്പി തുടങ്ങിയ നിരവധി വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. 2025 മുതൽ ക്ലീൻ ഫുഡ് സ്ട്രീറ്റ് പദ്ധതിയിലൂടെ ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഭക്ഷണശാലയായി ഈ മേഖലയെ കൂടുതൽ വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു. ഭക്ഷണം മാത്രമല്ല, 2025 നേരംപോക്ക് എന്ന സായാഹ്ന ലൈബ്രറിയും ആരംഭിച്ചു. പ്രകൃതിയുടെ മടിത്തട്ടിലിരുന്ന് പുസ്തകം വായിക്കാനുള്ള അവസരവും സന്ദർശകർക്ക് ലഭിക്കുന്നു. പ്രകൃതിയും വായനയും ഒരുമിപ്പിക്കുന്ന ഈ സംരംഭം 4 മണിക്കാറ്റിന് വേറിട്ടൊരു മുഖം നൽകി. കുട്ടികൾക്കായി തുറന്ന ഒരു പാർക്ക് ഇവിടെയുണ്ട്. കുടുംബങ്ങൾക്ക് ഇരിപ്പിടങ്ങൾ, മനോഹരമായ ഫോട്ടോകൾ എടുക്കാൻ അനുയോജ്യമായ കാഴ്ചകൾ, ഇവയെല്ലാം ഇവിടെ ലഭ്യമാണ്. വൈകുന്നേരം സൂര്യാസ്തമയം കാണാൻ എത്തുന്നവരുടെ എണ്ണം ദിവസേന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് എങ്ങനെയാണ് എത്തിച്ചേരേണ്ടതെന്നറിയോ? കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ ദൂരത്തിലാണ് 4 മണിക്കാറ്റ്. മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസ് വഴിയോ തിരുവഞ്ചൂർ വഴിയോ വളരെ എളുപ്പത്തിൽ ഇവിടെ എത്തിച്ചേരാം. സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. ആ സമയത്താണ് ഇവിടെ ഏറ്റവും നല്ല കാറ്റും മനോഹരമായ അന്തരീക്ഷവും അനുഭവിക്കാൻ കഴിയുക. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഇതൊരു ജനകീയ സംരംഭമാണ്. അതിനാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക, പ്രകൃതി സംരക്ഷിക്കുക, നാട്ടുകാരുടെ പരിശ്രമത്തെ മാനിക്കുക. അങ്ങനെ ചെയ്താൽ ഈ മനോഹരമായ സ്ഥലം ഇനിയും വർഷങ്ങളോളം എല്ലാവർക്കും ആസ്വദിക്കാനാകും. കോട്ടയം ജില്ലയിൽ നിങ്ങൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു മനോഹരമായ സായാഹ്ന കേന്ദ്രമാണ് തിരുവഞ്ചൂരിനടുത്തുള്ള 4 മണിക്കാറ്റ്. പ്രകൃതി, കാറ്റ്, നാട്ടുഭക്ഷണം, കുടുംബസമേതം സമയം ചെലവഴിക്കാനുള്ള സൗകര്യം, ഇതെല്ലാം ഒരുമിച്ച് നൽകുന്ന അപൂർവ സ്ഥലങ്ങളിലൊന്നാണ് ഈ 4 മണിക്കാറ്റ്.
ഈ മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും ഒരിക്കലെങ്കിലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ പോകാറില്ല. ഈ തിരിഞ്ഞു നോക്കുന്നവർ ഭൂരിഭാഗവും ഇവിടെ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടാണ് പോകാറ്. പിന്നെ ഇവിടെ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വണ്ടി സൈഡിൽ മാക്സിമം ഒതുക്കിയിടാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വാഹനങ്ങൾ അത് നല്ല സ്പീഡിലാണ് ഇവിടെ ബൈപ്പാസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പീഡിലാണ് വാഹനങ്ങൾ കവർ ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ സൈഡിലേക്ക് നന്നായിട്ട് ഒതുക്കി നിർത്താനായിട്ട് പാർക്ക് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. പ്രകൃതി സ്നേഹികൾക്കും അതുപോലെ തന്നെ യാത്രകൾ ഒരുപാട് ചെയ്യുന്നവർക്കും ഒക്കെ വളരെ അടിപൊളി ഒരു സ്ഥലമാണ് നമ്മുടെ ഈ നാലുമണിക്കാറ്റ്. ഈ നാലുമണിക്കാറ്റ് ഈ കോട്ടയം ജില്ലയിലെ തിരുവഞ്ചൂർ മാത്രമല്ല ഉള്ളത്. ഇതുപോലെ തന്നെ ഒരു സ്ഥലം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് കൂടിയുണ്ട്. അത് നമ്മൾ എപ്പോഴെങ്കിലും ആ ഒരു സ്ഥലം കൂടി നമ്മൾ ഇതുപോലെ തന്നെ കവർ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഇൻഫർമേഷൻസും നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഏത് തൃശ്ശൂർ ജില്ലയിലുള്ള നാലുമണിക്കാറ്റാണോ അല്ലെങ്കിൽ നമ്മുടെ കോട്ടയം ജില്ലയിലെ നാലുമണിക്കാറ്റാണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതെന്ന്. കേരള ടൂറിസം വകുപ്പിൻ്റെ ഈ നാലുമണിക്കാറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംരംഭം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഒരുപാട് ലോങ് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്നെപ്പോലുള്ളവർക്ക്, അതായത് ലോങ് ഡ്രൈവ് ഒക്കെ ഒരുപാട് പോകുന്നവർക്ക് ഹൈവേകളിൽ ഇതുപോലുള്ള സംരംഭങ്ങൾ ഇനിയും ഉണ്ടാകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് രേഖപ്പെടുത്തുക. ഭയങ്കര സെറ്റാട്ടോ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ ഇവിടെ ഇരുന്ന് നന്നായിട്ട് റിലാക്സ് ആവും. അതായത് ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്നവരാണെങ്കിൽ ഇതുപോലുള്ള ഹൈവേസിൽ ഇതുപോലെ, അതായത് ഇത് ബൈപ്പാസിലാണ്, പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ ഹൈവേസിലും കൂടെ കൊണ്ടുവരികയാണെങ്കിൽ കുറേ ദൂരം ഒക്കെ ഡ്രൈവ് ചെയ്യുന്നവർ ഇരുന്ന് മടുത്ത് കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങൾ അടിപൊളി സംഭവങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലുള്ള സംരംഭങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ, നമ്മുടെ കേരളത്തിലുടനീളം ഇനിയും ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഫാമിലി ആയിട്ടൊക്കെ ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ, അതായത് വിശ്രമ കേന്ദ്രങ്ങൾ, വഴിയോര വിശ്രമ ഫുഡ് സ്റ്റാളുകൾ, ഇതൊക്കെ നല്ല അടിപൊളി സംഭവങ്ങളാണ്. ഇതിനൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞ് എൻകറേജ് ചെയ്യുവാണ് അല്ലേ? എന്താ നിങ്ങൾക്ക് തോന്നണേ? സെറ്റാട്ടോ. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വീണ്ടും കാണുന്നവരെ ശുഭനാശംസകൾ.